കൃത്യമായി എന്താണെന്ന് നോക്കിയല്ലേ പറയാൻ പറ്റൂ. അത് ഏതാണ് അപേക്ഷ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയേ പറയാൻ പറ്റൂ. എൻ്റെ കയ്യിൽ ആ വിവരങ്ങളില്ല. അത് പലരും ആലോചിക്കുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ഞങ്ങളിതേവരെ ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല, പൊതുവെ പാർട്ടി എന്ന നിലക്ക് ആലോചിച്ച് തീരുമാനിക്കുന്നൊരു കാര്യമായിരിക്കും അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിൻ്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളും. അത് ഞാനാണോ അല്ലയോ എന്നുള്ള പ്രശ്നത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കേണ്ടതില്ല. ഞങ്ങളൊരു പൊതുരീതി ഞാൻ പറഞ്ഞു. പൊതുവേ ഞങ്ങൾ അത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് ചെയ്യുക. അതാണ് അതിൻ്റെ പൊതുരീതി. ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയൻ. പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ നിലപാടാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെയൊരു നിലപാടുണ്ടാവും. അദ്ദേഹം കാറുകയറ്റിലായിരിക്കും. ഞാൻ കാറുകയറ്റിയത് ശരിയാണ്, അത് ശരിയാണെന്ന് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ. ആ നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. അതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ. നിങ്ങൾ നേരത്തെ ചോദിച്ചു, നിങ്ങളെ അടുത്തിരിക്കുന്ന ആൾ നേരത്തെ ചോദിച്ചല്ലോ അതിനെപ്പറ്റി. ആ എന്താണ് സമീപനം എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞല്ലോ. അതാണല്ലോ സമീപനം. ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ അന്തരീക്ഷം കുറച്ചുകൂടി ഗൗരവമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. ഇന്നലെ ഒരു മാധ്യമത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ചെറിയൊരു ഭാഗം എനിക്ക് പറയേണ്ടി വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട്. കാരണം കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ കാലത്തും വർഗീയതയെ പൂർണ്ണമായി അകറ്റി നിർത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് മതനിരപേക്ഷതയൊക്കെ പറയുമെങ്കിലും 4 വോട്ടിനു വേണ്ടി ഏത് വർഗീയതയുമായി കൂടിച്ചേരുന്നതിന് മടി കാണിച്ചിരുന്നില്ല. തൽക്കാലം വോട്ട് പോരട്ടെ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇവിടെ കോലീബി സഖ്യമുണ്ടായത്. അത് അന്നത്തെ നിലയിൽ ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷേ വടകര ലോക്സഭാ മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലും കോലീബി സഖ്യമുണ്ടാക്കി. അതിലൂടെ BJPക്ക് അഭിമതരായ ആളുകളെ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും എത്തിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ കേരളീയ സമൂഹം വലിയ ജാഗ്രത വർഗീയതയ്ക്കെതിരെ പുലർത്തുന്നൊരു കാലമായതുകൊണ്ട് തന്നെ ആ നീക്കം ഫലവത്തായില്ല. സാധാരണ കണക്ക് ശാസ്ത്രമനുസരിച്ച് 2 × 2 = 4 എന്ന കണക്ക് ശാസ്ത്രമനുസരിച്ചാണെങ്കിൽ ഇവർക്കെല്ലാമുള്ള പിൻബലം, ആ വോട്ടിൻ്റെ പിൻബലം കണക്ക് കൂട്ടിയാൽ വലിയ ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന കോലീബി സ്ഥാനാർത്ഥി ജയിച്ചു വരുമെന്നാണ് അവർ കണക്കാക്കിയിരുന്നത്. പക്ഷേ ആ കണക്ക് ശാസ്ത്രമല്ല, ജീവനുള്ള മനുഷ്യനാണല്ലോ ഇതിന് പ്രതികരിക്കേണ്ടത്. അവരുടെ പ്രതികരണം അവരുടെ ബോധത്തിൽ നിന്നാണ് ഉണ്ടായത്. അത് മതനിരപേക്ഷതാ ബോധമായിരുന്നു, വർഗീയതയ്ക്കെതിരെയുള്ളതായിരുന്നു. അങ്ങനെയാണ് ആ 2 സ്ഥലത്തും ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. അവിടെ അവരെ പരാജയപ്പെടുത്താൻ കഴിയും. പക്ഷേ നീക്കങ്ങളിവിടെ അവസാനിച്ചില്ല കേട്ടോ. പിന്നീടൊരു ഘട്ടത്തിൽ കേരളത്തിൽ UDF
അധികാരത്തിലിരിക്കുമ്പോൾ RSSൻ്റെ ഒരു പ്രധാനി പരസ്യമായ ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായി. നിങ്ങൾ അധികാരത്തിലിരിക്കുന്നത് 40 സീറ്റുകളിൽ ഞങ്ങൾ കൂടി പിന്താങ്ങിയത് കൊണ്ടാണ് എന്ന കാര്യം ഓർമ്മ വേണം എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ നീക്കുപോക്കുകളും പരസ്പര ധാരണയും ഇവർ തമ്മിൽ ഉണ്ടാക്കിയിരുന്നു എന്നതാണ് പിന്നീടുള്ള അനുഭവം. അത് മാറി മാറി എവിടം വരെ എത്തി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ തിരുവനന്തപുരത്ത് നേമത്ത് നിന്ന് ഒരു BJP അംഗം അസംബ്ലിയിലേക്ക് ജയിച്ചു വരുന്ന നിലയുണ്ടായി. അങ്ങനെ ജയിച്ചു വരുമ്പോൾ കണ്ട കാര്യം സാധാരണഗതിയിൽ കോൺഗ്രസ്സിന് ലഭിക്കേണ്ട വോട്ടുകൾ ആ മണ്ഡലത്തിൽ ലഭിച്ചില്ല എന്നതാണ്. മത്സരിച്ച UDF സ്ഥാനാർത്ഥി തന്നെ പിന്നീടത് വ്യക്തമാക്കുന്ന നിലയുമുണ്ടായി. അദ്ദേഹം ജയിച്ചു വന്നപ്പോൾ BJP അക്കൗണ്ട് തുറന്നു എന്ന ആവേശത്തിലേക്ക് BJP മാറി. ഒരു സംശയവുമില്ലാതെ അതിന് സൗകര്യമുണ്ടാക്കിയത് കോൺഗ്രസ്സാണ് എന്നത് നാടിന് ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2024 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു. സാധാരണ നിലക്കുള്ള കണക്കനുസരിച്ച് BJPയുടെ നേരത്തെയുള്ള വോട്ടിൽ വർധനവുണ്ടാകുന്നു. എന്നാൽ മത്സരിച്ച 2 മുന്നണികൾ, ഒന്ന് ഞങ്ങളും മറ്റൊന്ന് UDFിൻ്റെ വോട്ടിൽ 86,000-ഓളം വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു. ഞങ്ങളവിടെ ജയിച്ചു വരുമെന്നായിരുന്നു ഞങ്ങൾ കണക്കൂട്ടിയത്. ജയിക്കാൻ ഞങ്ങൾക്കായില്ലെങ്കിലും 2019 കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് നേടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. എന്നാൽ UDFന് 86,000 വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു. ആ വോട്ട് നേരെ BJPയിലേക്ക് പോകുന്നു. അപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക്